ശ്രീകണ്ഠൻ നായരെ, yes. ഭാര്യ മാത്രമേ കൊണ്ടുപോകുന്നല്ലോ. പ്രായപൂർത്തിയായവർക്ക് സഞ്ചരിച്ചൂടെ? സഞ്ചരിക്കാം. അവർക്ക് കിടന്നൂടെ? അല്ല അങ്ങനെ ഒരു നിയമമുണ്ടോ? അല്ല, നിങ്ങൾക്ക് ഭാര്യ തന്നെ വേണമെന്നുണ്ടോ? ആരുമായിട്ട് പ്രായപൂർത്തിയായ ആരുമായിട്ട് നമുക്ക് പോകുകയോ അല്ലെങ്കിൽ ശ്രമിക്കാൻ തലവെക്കുന്നതിനൊന്നും ഇവിടുത്തെ നിയമത്തിൽ ടെൻഷനില്ല. ഞരമ്പ് രോഗികൾക്ക് പ്രശ്നമാവും. കാര്യം സെക്സിന് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് കേരളത്തിൽ. എനിക്ക് കിട്ടാത്തവർ നാട്ടുകാർ കിട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലേ? പിന്നെ ആ കൊച്ചു പറയുന്നത് അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണ്. ബാഡ് ടച്ച്, ഗുഡ് ടച്ച്. എന്താ ബാഡ് ടച്ച് എന്ന് പറയുന്നത്? 3 ഉം 4 ഉം വയസ്സുള്ള പെൺകൊച്ചുങ്ങളെ തന്തമാരി ചിലപ്പം കുണ്ടിയഴിച്ചെന്നിരിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ആ കൊച്ചു നോക്കിയിട്ട് എന്നെ അന്ന് ബാഡ് ടച്ച് ആണല്ലോ നമ്മൾ അവളുകൊണ്ട് കേസ് കൊടുത്താലോ പ്രശ്നമാവും. ആന്റി സാർ ഞെട്ടിയോ? ഇല്ലില്ല, എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല. കാരണം ഇന്നുണ്ടായിരിക്കുന്ന ഒരു സംഭവം പോലും നമുക്ക് വളരെ വളരെ പ്രശ്നമുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എവിടെ? ഇപ്പം എളമക്കരയോ മറ്റോ ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പം. അതെ ആ സംഭവമൊക്കെ ഇതിനെ നമ്മളിപ്പം ഈ തമ്പി അദ്ദേഹം സംസാരിച്ചതിന്റെ ബാക്കിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയില് ഇദ്ദേഹം അതൊരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയതുകൊണ്ടാണ് ഇതിനെ സാഗൂതം ഇങ്ങനെ നിന്ന് നോക്കി അതിനുവേണ്ടി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിൽ അതായിരിക്കാം. പക്ഷെ ഇത്രയും മില്യൺ അല്ല വ്യൂവേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത്. അത് ചെറിയ കാര്യമല്ല. വിചാരിച്ചൊന്നും ആയിരിക്കല്ലോ ചെയ്തത്. അത് തീരുമാനിച്ചല്ല, അത് യാദൃശ്യമായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.